أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അല്ലാഹു സ്വീകരിക്കട്ടെ. ഓരോ അക്ഷരത്തിനും ഇരട്ടി ഇരട്ടി പ്രതിഫലം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് ചില വിരോധങ്ങളുടെ പിന്നാലെ കൂടിയ ആളുകൾക്കുള്ള അപകടങ്ങളെക്കുറിച്ച് പറയുന്ന ആയത്താണ്. വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ് ലിയുളില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽം വയത്തഖിദഹാ ഹുസുവാ. നല്ല പോലെ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ ഒരു താക്കീത് നൽകുന്ന ആയത്താണ് ഇനി നമുക്ക് കേൾക്കാനുള്ളത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു യഥാർത്ഥ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ അല്ലാഹു ചില അതിർവരമ്പുകളൊക്കെ വച്ചിട്ടുണ്ട്, ചില നിയമങ്ങളും നിബന്ധനകളും വെച്ചിട്ടുണ്ട്. അതെല്ലാം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് പരലോക സന്തോഷം എന്നേക്കുമായി ലഭിക്കുന്നത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആ സന്തോഷത്തിൽ എത്തിപ്പെടാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എന്നാൽ വമിനന്നാസ്, നാസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ. വമിനന്നാസി, ജനങ്ങളിലുണ്ട്, മന്നൊരു വിഭാഗം, ചില ആളുകളുണ്ട്, യശ്തരി, അവര് വാങ്ങുന്നുവല്ലോ, ലഹുവൽ ഹദീസ്, വിനോദവർത്തമാനങ്ങൾ, വിനോദോപകരണങ്ങൾ, വിനോദാഭാസങ്ങൾ അവര് വാങ്ങുകയാണ്. അവരതിൻ്റെ പിന്നാലെ കൂടുകയാണ്. അവരതിലങ്ങനെ ലയിച്ച് മുന്നോട്ട് പോവുകയാണ്. ലിയുളില്ല അൻ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ പിഴപ്പിക്കാനും സ്വയം പിഴക്കാനുമായി അവരാ വിനോദങ്ങളുടെയും ആഭാസങ്ങളുടെയും പിന്നാലെ പോകുന്നുവല്ലോ. ബിഗൈരി ഇൽമിൻ, ഒരറിവുമില്ലാതെ, ഒരു ബോധവുമില്ലാതെ, യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെ, അങ്ങനെ വയത്തഖിദഹാ ഹുസുവാ, ഇലാഹായ റബ്ബിൻ്റെ മാർഗത്തെ, ദീനിനെ അവരെ പരിഹസിക്കുകയും ചെയ്യുന്നു. ദീനിനോടും ദീനിൻ്റെ നിയമങ്ങളോടും പുച്ഛമാണ്, താല്പര്യമില്ല, പരിഹാസമാണ്. അവര് വിനോദ വാർത്തകളുടെയും വിനോദ ആഭാസങ്ങളുടെയും പിന്നാലെയാണ്. അവരുടെ അവസ്ഥ കേൾക്കണോ? ഉലൈക ലഹും അദാബും മുഹീൻ, അവർക്ക് വളരെ നിന്ദ്യമായ ശിക്ഷയാണുള്ളത്. ഇലാഹായ റബ്ബിൻ്റെ താക്കീതാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വിശദമായി പറയേണ്ട, വിശദമായി പഠിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരായത്താണിത്. ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അള്ളാഹു അവൻ്റെ ദീനിൻ്റെ അഹ്ലുകാരായി ജീവിച്ച് മരണപ്പെടാനുള്ളൊരു തൗഫീക്ക് നമുക്ക് തരട്ടെ. അതിനാവശ്യമായൊരു ഈമാൻ അള്ളാഹു നൽകട്ടെ. ലഹുവുൽ ഹദീസ്, ലഹുവ് എന്ന് പറഞ്ഞാൽ വിനോദം എന്നാണ് അതിൻ്റെ അർത്ഥം. വിനോദം, ഒരുപാട് വ്യാഖ്യാനങ്ങൾ മഹാന്മാരായ മുഫസ്സിരിങ്ങൾ അതേക്കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹുവിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിച്ച് ദുനിയാവിൻ്റെയും സുഖസൗകര്യങ്ങളുടെയും ഒരു താല്പര്യത്തിലേക്ക്, ശ്രദ്ധയിലേക്ക് നമ്മളുടെ മനസ്സിനെ എത്തിക്കുക. ഈ പണി എന്തൊക്കെയുണ്ടോ അതൊക്കെ ലഹുവാണ്. അള്ളാഹു കാക്കട്ടെ. കാലബഅ്ളുഹും, ചില മുഫസ്സിരിങ്ങൾ പറയുന്നത് ഇവിടെ യശ്തരി എന്നാ പറഞ്ഞത്. വമിനന്നാസി, ജനങ്ങളെ കൂട്ടത്തിലുണ്ട്, മൻ യശ്തരി, വാങ്ങുന്നവർ, വാങ്ങാന്നാ പറഞ്ഞത്. ലഹുവൽ ഹദീസി, ഈ വിനോദ വാർത്തകളെ, വിനോദ ആഭാസങ്ങളെ വാങ്ങുന്നവർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യാഖ്യാനം അങ്ങനെ വിനോദത്തിനാവശ്യമായ വസ്തുക്കൾ വാങ്ങൽ തന്നെയാണ്. അതായത് മയ്യശ്തരി, വാങ്ങുന്നവർ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എന്തിനെ? അശ്റാഉൽ മഅറൂഫ് ബിസ്സമൻ, സാധാരണഗതിയിൽ ക്യാഷ് കൊടുത്തിട്ട് വിനോദത്തിന് മാത്രം
മാത്രമുള്ള വസ്തുക്കളെ വാങ്ങുക, ആ വാങ്ങൽ ഈ ആയത്തിൻ്റെ പരിധിയിൽപ്പെടും. പഴയ കാലഘട്ടങ്ങളിലൊക്കെ പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ കാലഘട്ടത്തിൽ നല്ല പാട്ടുപാടി നൃത്തം ചെയ്യുന്ന അടിമ പെണ്ണുങ്ങളെ വാങ്ങിക്കൊണ്ടുവരികയും അവരുടെ ആ പാട്ട് കേട്ട് നൃത്തം കണ്ട് ആനന്ദിച്ച് ആ വിനോദത്തിൽ ഏർപ്പെടുന്ന ഒരു രീതി അറബികൾക്കിടയിൽ വ്യാപകമായിരുന്നു. അങ്ങനെ രീതി അവർക്ക് ഇടയിലുണ്ടായിരുന്നു. അപ്പോഴാണ് ആയത്ത് വിശദീകരിച്ച് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, അന്നബി ഉമാമത്ത റളിയല്ലാഹു അൻഹു ഖാൽ, സഹോദരാ ശ്രദ്ധിക്കണേ, സഹോദരി ശ്രദ്ധിക്കണേ, ഈമാൻ നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന്, ഈമാൻ കുറഞ്ഞു പോകാൻ കാരണമാകുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടത് നമ്മളിൽ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നമ്മുടെ കുടുംബത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു ഇതൊക്കെ ഉൾക്കൊള്ളാൻ തൗഫീക്ക് തരട്ടെ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ലാ യഹില്ലു ബൈഉൽ മുഗന്നിയാസ്, നൃത്തം വെച്ച് പാട്ട് പാടുന്ന അടിമ പെണ്ണുങ്ങളെ വാങ്ങുന്ന ഏർപ്പാടുണ്ടല്ലോ, ഇത് അനുവദനീയമല്ല, ഇത് ഹലാലല്ല. അപ്പോൾ ആഭാസങ്ങൾ പാടുന്ന തരത്തിലുള്ള നൃത്തം വെച്ച് ആഭാസങ്ങളിലേക്കും ദുർചിന്തയിലേക്കും നമ്മളെ മനസ്സിനെ എത്തിക്കുന്ന പാട്ടുകൾ കേൾക്കുന്ന ഉപകരണങ്ങൾ വാങ്ങാനും പാടില്ല, അത് കേൾക്കാനും പാടില്ല. ലാ യഹില്ലു ബൈഉൽ മുഗന്നിയാസ്, പാട്ട് പാടുന്ന നൃത്തം വെക്കുന്ന അടിമ പെണ്ണുങ്ങളെ വാങ്ങൽ ഹലാലല്ല. വലാ ശിറാഉഹുന്ന, അത് വിൽക്കലും അനുവദനീയമല്ല. വലത്തിജാറത ഫീഹിന്ന, അതിൽ ഒരു കച്ചവടമില്ല, അതിലുള്ള കച്ചവടമോ അതിൻ്റെ വരുമാനമോ അനുവദനീയമല്ല. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫീഹിന്ന നസലത് ഹാദിഹിൽ ആയ, ഈ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. നിരുപാധി